ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മുടെ പാലുണ്ട്, ബ്രെഡ് ഉണ്ട്. നമുക്ക് റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിനുവേണ്ടി എടുക്കുന്നത് നമ്മുടെ ഒരു മുട്ട, നമ്മൾ സ്പെഷ്യലായിട്ട് എടുക്കാൻ പോകുന്നൊരു സംഭവമാണ് വാനില എസൻസ്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നന്ദിനി ഗുഡ് ലൈഫിൻ്റെ ടോണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ലൈസ്ഡ് ബ്രെഡും. ഇത് വെച്ചിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാവുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബോംബെ ടോസ്റ്റ്. ബോംബെ ടോസ്റ്റ് എന്നുള്ള പേര് ഞാൻ കേൾക്കുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ്, ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ്. സെയിം സാധനമാണ്, പക്ഷേ ടേസ്റ്റ് എല്ലാത്തിൻ്റെയും അടിപൊളിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബ്രെഡ് ടോസ്റ്റിന് വാനില എസൻസ് ആഡ് ചെയ്യുന്നത് വഴി ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ നമ്മുടെ ചാനൽ മൊത്തമായിട്ട് കാണും. അതുപോലെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാല് നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു വെക്കുക. നമുക്കിപ്പോൾ എത്രയാണോ ബ്രെഡ് സ്ലൈസ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പാൽ ഒഴിക്കുക. ഞങ്ങളിവിടെ ഏകദേശം ഒരു 10-12 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അര കപ്പിൻ്റെ അടുത്ത് പാലോട് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഇതാ ഒരു 5-6 തുള്ളി വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സീക്രട്ട് ഓഫ് റെസിപ്പി. ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ പാല്, ഒരു മുട്ട, വാനില എസൻസ്, പിന്നെ ഒരു 3 ടീസ്പൂണ് നമ്മുടെ പഞ്ചസാര. ഇത്രയും എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലോണം അത് ഇളക്കിയെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരണം. ഒരുപാട് മധുരമുള്ള ബ്രെഡാണെങ്കിൽ, ഇപ്പം ചില ബ്രെഡുകൾ വരുന്നത് സ്വീറ്റ് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ മധുരമുള്ള ബ്രെഡാണെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നോർമൽ ബ്രെഡ്, മധുരം ഇല്ലാത്ത ബ്രെഡാണെങ്കിൽ നമ്മൾ ഏകദേശം ഇത്ര തന്നെ മധുരം ചേർക്കണം. എങ്കിലാണ് അത് പൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സത്യം പറഞ്ഞാൽ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യലെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ബ്രെഡ് ജാമൊക്കെ തേച്ച് കഴിക്കുന്നത് പോലെ തന്നെയുള്ള ടൈമേ ഇതിനും എടുക്കത്തുള്ളൂ. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം നമ്മളിപ്പോൾ ഇതാ നമ്മുടെ നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ നമ്മളിതാ ബ്രെഡ് നേരെ മുക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക്. എന്നിട്ട് ഓരോരോ സ്ലൈസായിട്ട് എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നേരെ മുക്കുക, ഇടുക. തീ ഒരുപാട് കൂടി പോകാണ്ട് നോക്കണം, കാരണം അടി കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ഭാഗം മുരിഞ്ഞെന്ന് തോന്നിക്കഴിയുകയാണെങ്കിൽ അടുത്ത ഭാഗം മറച്ചിട്ട് കൊടുക്കാം. വാനില എസൻസ് ചേർക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. നമ്മൾ നോർമലി മുട്ടയും പഞ്ചസാരയും പാലും മാത്രമാണ് ചേർത്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫ്ലേവർ നമുക്ക് വരിക. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ. പറഞ്ഞതുപോലെ ഒരുപാട് മുരിയിച്ചെടുക്കരുത്. ഇതാ ഈ കാണുന്ന ഒരു പരുവത്തിൽ അപ്പോഴാണ് നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ്. ഒരുപാട് തീ കൂട്ടി കഴിഞ്ഞാലും പെട്ടെന്ന് കരിഞ്ഞു പോകും. ഹായ് ഫ്രണ്ട്സ്,
അപ്പം നല്ല സ്വാദിഷ്ടമായ ബോംബെ ടോസ്റ്റ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയില്ല, നല്ല മയമായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. നമ്മുടെ വാനില എസൻസ് ഒക്കെ ഇട്ടത് കാരണം ഉഗ്രം സാധനം. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് റെനീസ് കറിച്ചട്ടിയിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ ബൈ.